عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ 22 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചത്. ഇനി അതിന് ശേഷമുള്ള ആയത്തുകളാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഭൂമിയിലും ആകാശത്തിലുമെല്ലാം മറ്റു ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആകാശഭൂമികൾ അഥവാ ഈ പ്രപഞ്ചം മൊത്തം ഫസാദിലാകുമായിരുന്നു. പക്ഷെ അതില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ലോകം ഒരു അപകടവും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനതകളിൽ നിന്നും ശിർക്കിൽ നിന്നുമെല്ലാം എത്ര പരിശുദ്ധനാണ്. ഇതാണ് അവസാനം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لا يسأل عما يفعل وهم يسألون. لا يسأل عما يفعل وهم يسألون. أم اتخذوا من دونه آلهة قل هاتوا برهانكم أم اتخذوا من دونه آلهة قل هاتوا برهانكم أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون. بل أكثرهم لا يعلمون الحق فهم معرضون. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه
അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഇവിടെ ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവിടെ അമ്മ അൻ മ എന്നാണ്. അവിടെ കൂട്ടി ഓതുമ്പോൾ അവിടെ മണിച്ചിട്ട് ഓതണം. അമ്മ അമ്മ, അൻ പ്ലസ് മ എന്നാണ് അമ്മ. യഫ്അലു അവിടെയൊക്കെ സാധാരണ മദ്ദനുള്ളൂ, അവിടെ അധികം നീട്ട്. പിന്നെ സാധാരണ അക്ഷരങ്ങൾ വെളിവാക്കിയത് യഫ്അലു വഹും യുസ്അലൂൻ. വഹും അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. വഹും യുസ്അലൂൻ. അമിത്തഖദൂ മിൻ ദൂനി, അമിത്തഖദ, ഇത്തഖദ ഖ, പിന്നെ ഇത്തഖദൂ എന്ന് നീട്ടി എഴുതാൻ പാടില്ല. ഇത്തഖദൂ എന്ന അസ്ലിയ മദ്യയിലുള്ള അലിഫ് അധികം നീട്ടണ്ടല്ല. പിന്നെ മിൻ ദൂനിഹി എന്നല്ല, മിൻ ദൂനി, പിന്നെ ദൂനിഹി എന്നുള്ളത് കുറച്ച് നീട്ടണം. മിൻ ദൂനിഹി ആലിഹത്ത് എന്നല്ല, മിൻ ദൂനിഹി ആലിഹത്തൻ. അവിടെ നിർത്തുകയാണെങ്കിൽ ആലിഹ, നിർത്താതെ ഓതാണെങ്കിൽ ആലിഹത്തൻ ഖുൽ, ആലിഹത്തൻ ഖുൽ. നിർത്തുകയാണെങ്കിൽ മിൻ ദൂനിഹി ആലിഹ. പിന്നെ ഖുൽ ഹാതു ബുർഹാനക്കും. നിർത്താതെ ഓതാണെങ്കിൽ മിൻ ദൂനിഹി ആലിഹത്തൻ ഖുൽ, ആലിഹത്തൻ ഖുൽ. അവിടെ മണിച്ചിട്ട് ഓതണം. ഹാതു ബുർഹാനക്കും, ഹാതു നീട്ടാൻ പാടില്ല. അവിടെ അലിഫിൻ്റെ മുകളിൽ നിങ്ങൾ സുക്കൂന് കാണും. എന്ന് പറഞ്ഞാൽ അലിഫ് അവിടെ സൈലൻ്റാണ്, അതിന് പിന്നെ പ്രവർത്തനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാതു. സാധാരണ മദ് അക്ഷരമായ വാവിന് എത്രയാണോ മദ് അത്രയാണ് മതി. എന്ന് പറഞ്ഞാൽ ഹാതു ബുർഹാനക്കും, ഹാതു ബുർഹാനക്കും എന്ന് എന്ത് ചെയ്യണ്ട, ഓതണ്ടല്ല. ബുർഹാനക്കും. ഹാദാ ദിക്റു മൻ മഅയ, ദിക്ർ കാഫിന് സുക്കൂനാണ്, ദിക്ർ. ഹാദാ ദിക്റു മൻ മഅയ, അവിടെ മൻ മഅയ എന്നാണ്. നൂനു സാക്കിനത്തുണ്ട്, അതിന് ശേഷം മീമുണ്ട്. അപ്പോൾ മറ്റൊന്നിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കണം. മൻ മഅയ, മൻ എന്നുള്ള ഉച്ചാരണം അവിടെ ഉണ്ടാകാനേ പാടില്ല. മീമ് കഴിഞ്ഞ് അടുത്ത മീമിക്ക് ചാടുക. മൻ മഅയ, മൻ എന്നുള്ളത് ഉച്ചരിക്കാൻ പാടില്ല. ഹാദാ ദിക്റു മൻ മഅയ, മൻ മഅയ. മഅയി എന്നുള്ള അവിടെ കൂട്ടി വയ്ക്കുമ്പോൾ മഅയ എന്ന് തന്നെ വായിക്കണം. മൻ മഅയ വദിക്റു മൻ ഖബ്ലി, വദിക്റു മൻ, അവിടെ മണിക്കണം. മൻ ഖബ്, ബാന് സുക്കൂനാണ്. ബാൻ്റെ അക്ഷരത്തിൽപ്പെട്ടാണ് ഹറൂഫുൽ ഖൽഖല എന്ന് പറഞ്ഞാൽ വെളിവാക്കി ഉച്ചരിച്ച് നല്ലോണം ഉച്ചരിക്കണം. അപ്പോൾ ഹാദാ ദിക്റു മൻ മഅയ, മൻ മഅയ വദിക്റു മൻ ഖബ്ലി, മൻ ഖബ്ലി. പിന്നെ ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്. നിർത്താണെങ്കിൽ ഹഖ്, നിർത്താതാണെങ്കിൽ അൽ ഹഖ് ഫഹും മുഅരിദൂൻ. ഫഹും എന്നുള്ള അവിടുത്തെ മീമിന് മണിക്കണം, കാരണം രണ്ട് മീം ഒരുമിച്ച് വന്നിട്ട്. ഫഹും മുഅരിദൂൻ. ളാദ് ശേഷം മദ്ദക്ഷരൻ്റെ വഖഫാണ്, മുഅരിദൂൻ. പിന്നെ വമാ അർസൽനാ മിൻ ഖബ്ലിക, വമാ എന്നുള്ളത് മദ്ദക്ഷരത്തിന് ശേഷം ഹംസാണ്. നല്ലോണം ഒരു 4-5 നിട്ട്. വമാ അർസൽന, അർസൽനാ മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക എന്നല്ല, മിൻ ഖബ്ലിക. പിന്നെ മിർ റസൂൽ, നേരത്തെ നമ്മൾ രണ്ടൊന്ന് പിന്നെ മീമ് ഇങ്ങോട്ട് ഇവിടെ ഇതിലേക്ക് ചേർത്ത്, ഇവിടെ മീമിനെ നുസാക്കിന റായിലേക്ക് ചേർക്കണം. മിൻ റസൂൽ എന്നല്ല, മിർ റസൂലിൻ, മിർ റസൂലിൻ. അവിടെ മിർ റസൂലിൻ ഇല്ല, റസൂലിൻ ഇല്ല എന്നല്ല, മിർ റസൂലിൻ ഇല്ല. നൂഹി ഇലൈഹി, നൂഹി ഇലൈഹി അന്നഹു, അവിടെ മണിക്കണം. അന്നഹു, ഹു എന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നിട്ടണം. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന,
അവിടെ ഇല്ല അന ഫഅ്ബുദൂൻ, അങ്ങനെയാണ് ഫഅ്ബുദൂൻ. അപ്പോൾ നിർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ മദ്ദിൻ്റെ അക്ഷരം ഉണ്ടെങ്കിൽ കുറച്ച് നീട്ടിയിട്ട് എന്ത് ചെയ്യാം, നിർത്താം. അത് തജ്വീദിൻ്റെ നിയമമാണ്. അപ്പോൾ ഇതാണ് ഇതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇലാഹ്. അല്ലാത്ത വേറെ ഒരു ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത, അതിനെന്താവും, ഫസാദാകുമായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സംഗതികൾ ഭൂമിയിൽ ചെയ്യുന്നുണ്ട്, ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ചെയ്യും. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ലാ യുസ്അലു, അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല. സഅല എന്നറ ചോദിച്ചു നടത്താം, യുസ്അലു എന്നറ ചോദിക്കപ്പെടുക എന്നാണ്. യുസ്അലു ശരിക്കും യുസ്അലു എന്നിങ്ങനെ, പക്ഷെ മുസ്ഹഫിൽ എഴുത്ത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മുസ്ഹഫിലെ ഹംസ എന്നും നമ്മൾ സാധാരണ എഴുത്തിൻ്റെ ഹംസയിൽ നിന്ന് വ്യത്യാസമുണ്ടാകും. യുസ്അലു എന്നതിൽ സാധാരണ അറബിയിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, മനസ്സിലായത്? അതായത് ഹംസ് നടുവിൽ വന്നാലുള്ളൊരു നിയമമുണ്ട്. നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള അക്ഷരവും ഈ ഹംസയുടെ അക്ഷരം നോക്കും, അത് ഏറ്റവും ശക്തിയുള്ള അക്ഷരമല്ല ഹർഫ് നോക്കും. ഇത് സുക്കൂനാണത് ഫത്തഹാണ്. അപ്പോൾ സുക്കൂനും ഫത്തവും നോക്കുമ്പോൾ ഫത്തഹിനാണ് പവർ കൂടുതൽ. അപ്പോൾ ഫത്ത് ഹംസ ഫത്തഹാണെങ്കിൽ അലിഫിലാണ് എഴുതുക. പക്ഷെ മുസ്ഹഫിൽ അലിഫിലല്ല എഴുതിയിട്ടുണ്ടാകുക. യുസ്അലു എന്നുള്ളത് യായിലാണ് എഴുതിയിട്ടുണ്ടാകുക, അല്ലേ? ഹംസ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മുസ്ഹഫിലെ എഴുത്ത് റസ്മു ഉസ്മാനിയാണ്. റസ്മു ഉസ്മാനി മറ്റു എഴുത്തുകളിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാണ്. അപ്പോൾ സ്വലാത്തൊക്കെ അറിയാലോ, സലൂത്തല്ല എഴുതുക, സക്കൂത്തല്ല എഴുതുക, അങ്ങനെ വായിക്കാൻ പാടില്ല, സക്കൂത്തല്ല. അത് വ്യത്യസ്തമായ ഖിറാഅത്തുകളെ പരിഗണിച്ചു കൊണ്ടുള്ള എഴുത്താണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഖുർആനിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ അത് സാധാരണ നമ്മൾ എഴുത്തിൻ്റെ ഹംസയുടെ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിയമമാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കൂ, ലാ യുസ്അലു എന്താർത്ഥം? അവൻ ചോദിക്കപ്പെടുകയില്ല, അവൻ ചോദിക്കപ്പെടുകയില്ല. ഇപ്പം നമ്മൾ സാധാരണ ഈ മലയാളത്തിലൊക്കെ നമ്മളാരും മലയാളം പഠിച്ചിട്ടില്ല, പക്ഷെ മലയാളം പറയുമ്പോൾ നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുകയാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രസംഗിക്കുമ്പോഴേ. അള്ളാഹു പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും, അങ്ങനെയില്ല. ഈ പെടും എന്നുള്ളത് നമ്മൾ കുറേ ആൾക്കാർ പെടുന്ന സംഗതിയാണ്. പെടല് മനസ്സിലല്ലേ? എല്ലാം പെടലാണ്. അവൻ ചോദ്യം ചെയ്യപ്പെടും. പെടും എന്നുള്ളത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ നല്ലോണം നോക്കണം. ഈ കർമ്മണി പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം ലാ യുസ്അലു എന്ന് പറഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഒരാളും ചോദിക്കുകയില്ല. ചോദിക്കാർക്ക് കഴിയാ? അള്ളാഹ് ഖാലിഖ്, നമ്മളൊക്കെ മഖ്ലൂഖല്ലേ? അപ്പം ഖാലിഖിനോട് ചോദിക്കാൻ മഖ്ലൂഖിന് എന്താ അധികാരമുള്ളത്? ഒരു അധികാരമില്ലല്ലോ. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, മനസ്സിലല്ലേ? മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ ഒരാളും സംസാരിക്കില്ല. പ്രവാചകന്മാർക്ക് തന്നെ സംസാരിക്കാൻ അനുവാദം കിട്ടിയുമ്പോൾ എന്തേ ഉള്ളൂ, സംസാരിക്കുള്ളൂ. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും അള്ളാഹ് പറഞ്ഞ കാര്യം. അപ്പം ലാ യുസ്അലു അമ്മാ യഫ്അൽ, ഇനി എന്തിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മ, ഞാൻ പറഞ്ഞു അൻ പ്ലസ് മ എന്നാണ് അമ്മ. അൻ പ്ലസ് മ എന്നാണ് അമ്മ. അമ്മ യതസാഅലും കേട്ടില്ലേ? അമ്മ യതസാഅലും എന്ന് പറഞ്ഞതാ എന്തിനെക്കുറിച്ച്, മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ അമ്മ യഫ്അലു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരാളും അള്ളാഹുവിനോട് ചോദ്യം ചെയ്യൂല, അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കിയാൽ അതെന്താ പഠിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത്, ഇതെങ്ങനെ ചെയ്ത് എന്നില്ല. വഹും യുസ്അലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആര്? എല്ലാ സൃഷ്ടികളും, ഒന്നറ മനുഷ്യരും ഇഞ്ചുകളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പം ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് ഈ ആയത്തിലുള്ളത് പഠിപ്പിക്കണം, മനസ്സിലായില്ലേ? അപ്പം ചില ആളുകൾ ചോദിക്കും, എന്താ വെച്ചാൽ
പിന്നെ മൂപ്പരപ്പം എന്താ ദലാലത്തിലാക്കിയ? അപ്പം അബൂ താലിബിന് എന്തേ ഇപ്പം അല്ല മുസ്ലിം ആക്കാഞ്ഞ് എന്ന് ചോദിച്ചാൽ ലാ യുസ്അലു അമ്മാ യഫ്അൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതിനെ പറ്റി ചോദ്യമല്ല, പക്ഷെ പടപ്പുകൾ എന്ത് ചെയ്താലും ചോദ്യമുണ്ട്. മനസ്സിലല്ലേ? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം എടുത്തു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് റഅനാ ലിജഹന്നമ കസീറൻ മിനൽ ഇൻസി വൽ ജിന്ന്, നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പിന്നെ അതുപോലെ തന്നെ മനുഷ്യന്മാരിൽപ്പെട്ട ചില ആളുകളെ നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹ്ക്കരവ് നരകത്തേക്കാണ് പോവാൻ. അപ്പം എന്താ അള്ളാഹ് ഹിദായത്തെ ഓനെ സ്വർഗത്തേക്കാക്കി കൂടിനു? അതല്ല ചെയ്യൂല. ഇനി അള്ളാഹ് ചെയ്യുന്നതിനെ സംബന്ധിച്ചെന്തില്ല ചോദ്യം ഇല്ല. അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പല രൂപത്തിലുണ്ട്, പല കോലത്തിലുണ്ട്. അപ്പം ആനനെ എന്തിനാ അള്ളാഹ് വലുതാക്കി, എന്താ ആടിനെ വലുതാക്കാഞ്ഞ് ചോദിച്ചാൽ അള്ളാഹ് ചെയ്യാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആടിനെ വലുതാക്കി നമുക്ക് ഉദയത്തെ ആടിനിർത്താൻ മതിയല്ലോ എന്നൊക്കെ ഒരാൾ ചിന്തിച്ചാൽ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒരാൾക്കും ചോദ്യം ചെയ്യാൻ അധികാരമില്ല, അതിനാർക്കും കഴിയില്ല. അതേ സമയത്ത് പടപ്പുകൾ ചോദ്യം ചെയ്യപ്പെടും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പം ചില ആളുകൾ ചോദിക്കും, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരാൾ, ഞാൻ മുമ്പ് പറഞ്ഞു തന്നെ ആയിരിക്കും, ഇപ്പോൾ ഒരാൾ ഒരു കുളത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി ആ കുളത്തിൽ വീണിട്ടുണ്ട്. ആ കുട്ടി ഇങ്ങനെ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കരയിൽ നിൽക്കുന്നൊരു വ്യക്തിക്ക് നീന്തലറിയാം, പക്ഷെ അയാൾ ആ കുട്ടിയെ രക്ഷിച്ചില്ല. ആ കുട്ടി മരിച്ചു. അപ്പം ഇത് കണ്ട ഒരാൾ ആളോട് ചോദിച്ചു, നീ എന്താണ്, എനിക്ക് നീന്തൽ അറിയില്ലേ, എന്താ കുട്ടീനെ രക്ഷിക്കാൻ? എന്നെക്കാൾ കഴിവ് പഠിച്ചോന്നില്ലേ? എന്നെക്കാൾ കഴിവ് ആർക്കുണ്ട്? അള്ളാഹ്ക്കില്ലേ? അള്ളാഹ് രക്ഷിക്കാത്തത് ഞാൻ രക്ഷിക്കണോ? അള്ളാഹ് രക്ഷിക്കാത്തത് അള്ളാഹ് ഏതായാലും കുട്ടി രക്ഷിക്കാൻ തീരുമാനിച്ചില്ല, പിന്നെ ഞാൻ എന്ത് രക്ഷിക്കണം എന്നൊരാൾ പറഞ്ഞാൽ അതിനുള്ള മറുപടി അത് അള്ളാഹ് രക്ഷിക്കണോ അല്ലെന്ന് അള്ളാഹ് തീരുമാനിക്കുക, അജ്ജല്ല തീരുമാനിക്കുക. മനസ്സിലല്ലേ? അതേ സമയത്ത് വഹും യുസ്അലൂൻ, നിനക്ക് രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ, നീ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിതനാണെങ്കിൽ അത് നീ ചെയ്തേ മതിയാവൂ. അള്ളാഹ് ചെയ്യണ്ടോ എന്നുള്ളതല്ല നോക്കണ്ടേ. മനസ്സിലല്ലേ? ഇപ്പം നമ്മൾ സാധാരണ ഈ ജാറത്തിലൊക്കെ കുറ്റി കളവുമല്ലോ. ജാറത്തിന് മുമ്പുള്ള ഈ പൈസ കുറ്റി എന്ത് ചെയ്യും? കള്ളടിച്ചുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കലുണ്ട്, നിങ്ങളെ ഔലിയാക്കന്മാർക്ക് ഇത്ര പവറുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങളെ ആ കുറ്റിയെങ്കിലും കൊണ്ടുപോകണം തടുക്കാൻ ഔലിയാക്കന്മാർക്ക്. അപ്പോൾ ഒരു ചോദ്യം എന്താ? നിങ്ങൾ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ എന്തേ ബാബരി മസ്ജിദ് പൊളിച്ചുമ്പോൾ തടയാൻ? അതിന് മറുപടിയാണ് ഈ ആയത്തൊന്നും പഠിക്കാത്തതുകൊണ്ട് ആ ചോദ്യം വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പള്ളികൾ അള്ളാഹ്ക്ക് സംരക്ഷിക്കുകയോ രണ്ടും അള്ളാഹ്ക്ക് ചെയ്യും. അത് സംരക്ഷിച്ചിട്ടുണ്ട്. കാബാലയം വന്നപ്പോൾ തർക്കാൻ വന്നപ്പോൾ പക്ഷികൾ ഉപയോഗിച്ച് തകർത്തില്ലേ? അള്ളാഹ് സംരക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അള്ളാഹ് സംരക്ഷിക്കൂല. ലാ യുസ്അലു അമ്മാ യഫ്അൽ. എന്നാൽ നിനക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്യാതിരുന്നാൽ വഹും യുസ്അലൂൻ, അവർ ചോദ്യം ചെയ്യും. അപ്പോൾ ഇവിടെ ജാറത്തിൽ കിടക്കുന്ന ഇതാക്ക് ഇത് തടുക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഇത് തടുക്കൽ എന്താണ്? നിർബന്ധമാണ്. ഈ കുറ്റി കൊണ്ടുപോകണം, അങ്ങനെ കയ്യും കൊട്ടി നോക്കി ഇവർക്ക് കയ്യും തടുക്കാൻ, അയാൾ കുറ്റക്കാരനാണ്. ഇപ്പോൾ ജാറത്ത് കിടക്കുന്ന ആൾ എന്താ? നിങ്ങളെ വാശി കുറ്റക്കാരനാവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുകയും ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ ചെയ്യും. പക്ഷെ അതിനെ പറ്റി എന്തില്ല? ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്താലും അത് ചോദ്യം ചെയ്യപ്പെടുകയില്ല. അതേസമയത്ത് മനുഷ്യൻ്റെ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മലക്കുകൾ ജിന്നുകളൊക്കെ ആണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കഴിയുന്നത് നമ്മൾ നിർബന്ധമായിക്കൊണ്ട് എന്ത് ചെയ്യണം. മനസ്സിലല്ലേ? ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരാൾ പറയണം, ഞാൻ നിസ്കരിക്കണില്ല. അപ്പം എന്നെ നിസ്കരിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയുമല്ലോ? കഴിയൂലേ? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറല്ലേ? ഒരാൾ പറയും ഇന്ന് നിസ്കരിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? അപ്പം അതിനെ നിസ്കരിപ്പിക്കാൻ എനിക്ക് നിസ്കരിപ്പിക്കണില്ല, അതുകൊണ്ട് നിസ്കരിക്കണില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം നിസ്കരിക്കാൻ അള്ളാഹ്ക്ക് കൈ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കുറ്റം കിട്ടും. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനം സംബന്ധിച്ചതില്ല ചോദ്യം ഇല്ല. അപ്പം നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഖദാ ഖദർ
ഇതുമായി ബന്ധപ്പെട്ടാണ് പല ആളുകൾക്ക് സംശയം ഉണ്ടായാലെന്ന് വെച്ചാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ എന്തിനാ അമൽ ചെയ്യണം? അള്ളാഹ് തീരുമാനിച്ചു വെച്ചു. ആ തീരുമാനത്തിനനുസരിച്ച് ലോകത്ത് നടക്കുള്ളൂ. കാരണം അങ്ങനെ നടക്കുന്നത് അള്ളാഹ്ക്ക് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അള്ളാഹ് എഴുതിച്ചാണ്. മനസ്സിലല്ലേ? നീ എങ്ങനെ എഴുതിച്ചുകൊണ്ട് പയച്ചു പോയതല്ല, നീ പയക്കുന്നത് കൊണ്ട് എഴുതിച്ച. രണ്ട് വ്യത്യാസമുണ്ട്. എഴുതിച്ചുകൊണ്ട് പയച്ചതല്ല, പിന്നെ നീ പഴക്കുന്ന അള്ളാഹ്ക്ക് അറിഞ്ഞുകൊണ്ട് അള്ളാഹ് അറിഞ്ഞ കാര്യം അവിടെ എഴുതിച്ചു. ഇത്രേ ഉള്ളൂ. അപ്പം ഇതിനൊക്കെ അള്ളാഹ് പിന്നെ ഈ ഖദറിൻ്റെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? ആളുകൾ സംസാരിക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം എന്താ, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് ചോദ്യമുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് ചോദ്യം ഇല്ല. എന്ന് പറഞ്ഞാൽ അള്ളയാണ് ഖാലിഖ്. അവൻ ഉദ്ദേശിക്കുന്നതാണ് അവൻ ചെയ്യുക. ചില ആൾക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും, ചില ആൾക്ക് ഹിദായത്ത് കൊടുക്കൂല. ചില ആൾക്ക് അള്ളാഹു അധികാരം കൊടുക്കും, ചില ആൾക്ക് കൊടുക്കൂല. പിന്നെ സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹ് പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പം അള്ളാഹു ആണ്. ഇപ്പോൾ ഒരാൾക്ക് പറയണം, മൂപ്പർക്ക് എന്താ അള്ളാഹ് അത്ര പൈസ കൊടുത്ത്, എനിക്കെന്താ തരാഞ്ഞ്? അല്ലെങ്കിൽ മൂപ്പർക്ക് അധികാരം കൊടുത്ത് എനിക്കെന്താ തരാഞ്ഞ്? അല്ലെങ്കിൽ മൂപ്പർക്ക് നല്ല വീടെടുത്ത് എനിക്കെന്താ തരാഞ്ഞ്? അതിന് ചോദ്യമല്ല. അതേസമയത്ത് അനക്ക് കിട്ടിയതിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട അസ്ലാണ്. അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യുന്ന അവസ്ഥയില്ല. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടോ മാലയിലുള്ള അള്ളാഹ് ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ആയത്തൊക്കെ മാലൻ്റെ മുമ്പിൽ നിഷ്പ്രഭമാണ്. മാലയിൽ എന്താ ഉള്ള? മൊയ്തീൻ ശൈഖ് കൂടി പറയാണ്, ഒരു കുട്ടിയില്ലെങ്കിൽ 2 കുട്ടീനെ കൊടുക്കണം, 2 കുട്ടിക്ക് 4 കുട്ടീനെ കൊടുക്കണം. അങ്ങനെ കുട്ടീനെ എണ്ണം കൂടുമ്പോൾ അതെന്ത് ചെയ്ത് മതി, ഞാൻ കൊടുത്തോളാം. ഇതാണ് ഇതൊക്കെ ഖുർആനെതിരെ ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. ജൂതന്മാരുണ്ടാക്കിയതിൻ്റെ തെളിവ് അതൊക്കെ. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയല്ല. അള്ളാഹുവിനോട് ആരും ചോദിക്കാനും പോകുന്നില്ല. ആർക്കത് ചോദിക്കാനായിട്ട് പിന്നെ കഴിയുകയും ഇല്ല. അതേസമയത്ത് പിന്നെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അമലുകൾ ചെയ്യാൻ അവർ ബാധ്യതപ്പെട്ടവരാണ്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അമൽ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മൾ അമൽ ചെയ്താൽ അതിൻ്റെ പുണ്യം നമുക്കുണ്ടാവും. ഒരു അമൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും നമുക്ക് തന്നെയായിരിക്കും. അള്ളാഹിൻ്റെ ഖദർ വെച്ചിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അളന്ന് വെച്ചിട്ട് നമ്മുടെ ഈ തിന്മകൾക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ എന്ത് പറ്റില്ല? ഒരിക്കലും പറ്റുകയില്ല. അതാണ് സാധാരണ ഇപ്പം ഇന്ന് നടക്കുന്ന. പല ആളുകളും ചോദിക്കും, ഞാൻ നന്നാകാൻ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ നന്നാവൂലേ? ഞാൻ വടക്കാനും അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ടില്ല. ഞാൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ച് ഞാൻ നിസ്കരിക്കുമല്ലോ. ഞാൻ നിസ്കരിക്കാത്തനായതുകൊണ്ടാണ്, അള്ളാഹ് ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് എന്നാണോ പറയണത്? മനസ്സിലല്ലേ? അള്ളാഹ് ഉദ്ദേശിക്കാൻ എനിക്ക് റിസ്ക്കും കിട്ടൂല, എനിക്കൊന്നും കിട്ടൂല. പക്ഷെ റിസ്ക് തേടി പോണില്ലേ? പരീക്ഷ ചെയ്തതിന്, മത്സര പരീക്ഷ ചെയ്തതിന്, അപേക്ഷ കൊടുക്കണ്, അങ്ങോട്ട് ചെയ്തതിന് ഇങ്ങോട്ട് ചെയ്തതിന്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കണ്. ആ പണി ദുനിയാവിൻ്റെ വിഷയത്തിൽ മാത്രമേ ഉള്ളത്, ദീനിൻ്റെ വിഷയത്തില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തൗഹീദിൻ്റെ യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനപരമായ സംഗതിയാണിത്. ഇനി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പിന്നെ ഈ നമ്മൾ തൗഹീദില്ലാത്ത ഈ ആളുകൾ ഇപ്പോൾ മൊയ്തീൻ ശൈഖിനെ വിളിക്കണം, അതല്ലാത്തവരെ വിളിക്കുകയാണ്. അപ്പോൾ ഓരോ വിശ്വാസം സഹായിക്കുന്നതാണല്ലോ അല്ലേ? യാ ശൈഖ് യാ മൊയ്തീൻ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നതാണല്ലോ. അപ്പോൾ ആ മൊയ്തീൻ ശൈഖ് സഹായിച്ചില്ല നൂട്ടിക്കോളി. അതായത് മൊയ്തീൻ ശൈഖ് സഹായിച്ചു. ഇപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു അപകടത്തിൽ പെടുമ്പോൾ യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന് വിളിക്കുക. ഈ അധികം സ്ത്രീകളെ തൊള്ളിൽ നിന്നൊക്കെയാണ് ഇത് വരിക. മനസ്സിലായല്ലേ? ബദ്രീങ്ങളെ, അതുപോലെ തന്നെ പിന്നെ മമ്പ്രന്തങ്ങളെ, എല്ലാ തങ്ങന്മാരുണ്ടാവും. അപ്പം ഇനി അഥവാ അവർ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല നോട്ടിക്കൂടി. അപ്പം എന്താ ഉണ്ടാകുക? ഓരോ വിശ്വാസപ്രകാരം മൊയ്തീൻ ശൈഖിന് കുറ്റം കിട്ടൂലേ? അപ്പോൾ ആലോചിച്ചെങ്കിൽ ആ സാധുവിന് എത്ര കുറ്റം കിട്ടിയൊരു ദിവസം? ഇവലെ വാദപ്രകാരം ആ സാധുവിന് എത്ര കുറ്റം കിട്ടണം? കാരണം മൂപ്പർക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? വഹും യുസ്അലൂൻ. അവർ സഹായിക്കാൻ കഴിഞ്ഞിട്ട് സഹായിക്കാതിരുന്നാൽ, അതിനെ ഞാൻ വെള്ളത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. ആ വെള്ളത്തിൽ മുങ്ങി താഴുന്നൊരു കുട്ടിയെ രക്ഷിക്കാൻ ആൾ രക്ഷിച്ചിട്ടില്ലെങ്കിൽ അയാൾ എന്താണ്? കുറ്റക്കാരനാണല്ലോ. അപ്പം അതുപോലെ മൊയ്തീൻ ശൈഖിന് ഈ മനുഷ്യനെ മുങ്ങിത്താണ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കണം, ഇല്ലെങ്കിൽ മൊയ്തീൻ ശൈഖ് എന്താണ്? കുറ്റക്കാരനാണ്. പിന്നെ ഈ മനുഷ്യൻ ചോദിക്കാൻ പാടില്ല, പഠിച്ചാൽ എനിക്ക് രക്ഷിച്ചു ചോദിക്കാൻ പാടില്ല. അള്ളാഹ് രക്ഷിക്കില്ല എന്നാൽ അള്ളാഹ് തീരുമാനിക്കും. പക്ഷെ നിനക്കെന്താണെന്ന് ബാധ്യത.
അപ്പം നിങ്ങൾ ആലോചിച്ച് ഇബ്ബല ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലത്തും എല്ലായിടത്തും എത്തണം, ഈ മരിച്ചു പോയാലും എല്ലായിടത്തും എത്താം, മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സഹായിച്ചില്ലെങ്കിൽ അതിന് കുറ്റം കിട്ടും. എന്തൊരു വിശ്വാസമാണത്. ഇനി അഥവാ ഓരോ മരിച്ചു കഴിഞ്ഞിട്ട് ഓരോ സഹായത്തിനോട് എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? കുറ്റം കിട്ടൂലേ? അപ്പോൾ ഇവരെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യന് ഔലിയാക്കന്മാരാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും ഒരു അക്കൗണ്ടിക്ക് ഇങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും വന്നു ഓല അഖീദ പ്രകാരം കേട്ടോ. ഇത് എത്ര പിഴച്ചൊരു വിശ്വാസമാണ്. നഅൂദുബില്ലാ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അമിത്തഖദു മിൻ ദൂനിഹി ആലിഹ. ഇനി അള്ളാഹുവിന് പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണോ? അതല്ല, ഇത്തഖദു അവർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത്തഖദ സ്വീകരിക്കുക. മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ. അവിടെ മിൻ ദൂനിഹി എന്ന് പറയുമ്പോൾ ശരിക്കും അള്ളാഹുവിന് ശരിക്കും ദൂന നിറ താഴെ എന്നർത്ഥം. ദൂന എന്ന് പറഞ്ഞാൽ ശരിക്കും താഴെ എന്നർത്ഥം. അതാണ് അല്ലെങ്കിൽ താഴ്ന്നത് എന്നൊക്കെ അർത്ഥം. അതിനാണ് ദുനിയാവ്. അദ്ന എന്നൊക്കെ പറഞ്ഞ അതുപോലെ തന്നെ പിന്നെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക് താഴ്ന്നത്. ആഖിറ നിറ പൊന്തിയത് പിന്നെ മറ്റതും അവസാനം ശരിക്കും ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്ന ജീവിതം എന്നാണ് ശരിക്കും അർത്ഥം. അതിന് ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ ലോ ക്ലാസ്. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് എന്താണ്? താഴ്ന്നതാണല്ലോ. അപ്പം അതാണ് തന്നെ. അപ്പം ഇവിടെ മിൻ ദൂനിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് താഴെയുള്ളവരെ എന്നാണ് ശരിക്കും എൻ്റെ അർത്ഥം. അതായത് അള്ളാഹുവിന് താഴെയുള്ളവരെ ആണല്ലോ ആര്? ഈ പറയുന്ന ആൾക്കാരൊക്കെ അള്ളാഹ്ക്ക് താഴത്തല്ലേ. ഔലിയാക്കന്മാരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും കല്ലാണെങ്കിലും മരാണെങ്കിലും പാമ്പാണെങ്കിലും ഈച്ചയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഏടിയാണെങ്കിലും ഒക്കെ അള്ളാഹിന്റെ മഖ്ലൂഖാണ്. അള്ളാഹിന്റെ താഴത്ത്. അതാണ് അമിത്തഖദു മിൻ ദൂനിഹി. അള്ളാഹുവിന് താഴെയുള്ളവരെ നിങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ എന്നുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ താഴെയുള്ളവരെ നിങ്ങൾ എന്ത് ആക്കിയിരിക്കുകയാണോ? ആലിഹത്തൻ, ഇലാഹാക്കിയിരിക്കുകയാണോ? അപ്പം അള്ളാഹുവിന് കിടയത്തവർ പോലുമല്ല, അതൊരാളില്ലല്ലോ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇവനും ഇലാഹാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരാൾ നമ്മുടെ നാട്ടിൽ പിന്നെ സമസ്തക്ക് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടല്ലോ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുക? ഇലാഹാക്കിയിരിക്കുകയാണോ എന്നാ. അമിത്തഖദു മിൻ ദൂനിഹി ആലിഹത്തൻ. നിങ്ങൾ അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന് താഴെയുള്ളവർ ഇലാഹാക്കിയിരിക്കുകയാണോ? അപ്പം ഇലാഹാക്കിയാലേ ശിർക്കാകുള്ളൂ. എന്ന് ഒരാൾ ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ എന്താവുള്ളൂ? ശിർക്കാകുള്ളൂ എന്നുള്ള വിശ്വാസം. യഥാർത്ഥത്തിൽ ഇലാഹാണെന്ന് വിശ്വസിക്കണം എന്നില്ല. ഇലാഹാണെന്ന് വിശ്വസിക്കാതെ തന്നെ ആ ഇലാഹിന് കൊടുക്കേണ്ട പണി എടുത്താലും എന്ത് ശിർക്കൻ. ഇപ്പം നമ്മൾ ഏതുപോലെ ചോദിച്ചാൽ, ഇപ്പം നോക്കിക്കോളി, പിന്നെ ഒരാൾ കള്ളുടിക്കുകയാണ്, അയാളത് കള്ളാന്ന് പറയണില്ല, ഞാനിത് തേനാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ കള്ളു കുടിക്കണേ. അല്ല, കാര്യമുണ്ടോ? അയാൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ വേറെ പിന്നെ ഇലാഹുകളുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ വേറെ ഇതേ ശക്തിയുള്ള വേറൊരു പടച്ചോണ്ട് എന്ന് വിശ്വസിച്ചാൽ ഈ ശിർക്ക് വരും. ഇത് യഥാർത്ഥ ഷിയാക്കൾ ഉണ്ടാക്കിയൊരു വാദം, ഹുമൈനിൻ്റെ കിതാബിലൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്ത് ആരാ മുശ്രിക്കുള്ളത്? ആരുമില്ലല്ലോ. ഇബ്ലീസ് ഏതായാലും മുശ്രിക്കല്ല, കാരണം ഓൻ ശിർക്കൊന്നും ചെയ്തില്ലല്ലോ. ഇബ്ലീസ് മുശ്രിക്കാണോ? ഓൻ കാഫിറല്ലേ. അപ്പം ലോകത്ത് ശിർക്ക് ആരാ ചെയ്യണേ? ആരും ചെയ്യണില്ല. കാരണം എന്താ? എല്ലാവരും ഇപ്പം ഇബ്രാഹിം നബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇബ്രാഹിം നബി അള്ളയാണെന്നോ ഇബ്രാഹിം നബി അള്ളാഹിനെ പോലെ അള്ളയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ, അധികം ഹൈന്ദവ ആൾക്കാർ വരെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഗുരുവായൂരപ്പനാണ് ലോകം ഉണ്ടാക്കിയെന്ന് ഏതെങ്കിലും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ടോ? അവരൊക്കെ ദൈവത്തിൻ്റെ പ്രതീകങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പിന്നെ അവതാരങ്ങളോ ഒക്കെയാണെന്ന് അവർ വിശ്വസിക്കുന്നത്. ഇത് പറഞ്ഞാൽ ദൈവം അയച്ചിട്ടുള്ള, ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള ആൾക്കാർ ഓരോ വിശ്വാസം കേട്ടോ. ഞങ്ങൾക്ക് വല്ല ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ല. ഏതായാലും പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെയാണ് ലോകം പഠിച്ചത് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതിനേക്കാളും പൊട്ടത്തരം എന്ന കാരണം ശ്രീകൃഷ്ണന് മുമ്പ് ലോകമല്ലേ? അപ്പോൾ ആരാ പഠിച്ച്? ഈസാ നബി പഠിച്ചവനെ വിശ്വസിക്കാൻ ഈസാന് മുമ്പുള്ള ആരാ പഠിച്ച്? ആദം നബി പഠിച്ചവനാണെങ്കിൽ ആദിൻ്റെ മുമ്പുള്ള ആളാരെ പഠിച്ച്? ലോകത്തര സൃഷ്ടിച്ച്. അപ്പോൾ അള്ളാഹുവിനെ തുല്യനാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും
വിശ്വാസത്തിനും അവൻ്റെ പ്രവർത്തനത്തിനാണ് പ്രധാനം. അവൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല. അപ്പോൾ അമിത്തഹദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, അള്ളാഹുവിന് പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണോ എന്നാൽ അള്ളാഹ് ചോദിക്കുകയാണ്. അങ്ങനെ ഇലാഹുകളെ സ്വീകരിക്കാൻ വല്ല തെളിവുണ്ടെങ്കിൽ ഖുൽ ഹാത്തു ബുർഹാനക്കും. ഹാത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബുർഹാനക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ തെളിവുകളും കൊണ്ടുവരും. ഞാൻ മുമ്പ് ബിസ്മില്ല പറഞ്ഞിട്ടുണ്ട്. അതായത് മുലാഫ് മുഫ്രദാണ്, ഇലാഫത്തുണ്ട്. ബുർഹാനക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ തെളിവുകൾ നടത്തും. ബുർഹാൻ്റെ ജമ്മാണ് ബറാഹീൻ. ബുർഹാൻ ഇവിടെ മുഫ്രദാണ്, കും എന്നുള്ളത് ഇലാഫത്താണ്. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ തെളിവുണ്ടോ ആ തെളിവൊക്കെ കൊണ്ടുതരും. എന്തിന്? അള്ളാഹ്ക്ക് പുറമെ ഇലാഹുകളുണ്ട് എന്നതിന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, ഇവിടെ തെളിയിച്ചോളി. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിന് ഇന്ന് പറഞ്ഞാൽ ഇതൊരു വെല്ലുവിളിയാണ്. ആത്തു ബുർഹാനക്കും ഇൻകുന്തു സാധിക്കുന്നതൊരു വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ കൊണ്ടുവരാൻ കഴിയില്ല എന്നാ കഴിയുമെന്നാണോ കഴിയൂല എന്നാണോ? കഴിയില്ലെന്ന് ഉറപ്പല്ലേ? അപ്പോൾ കഴിയാത്തൊരു കാര്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ച. പക്ഷെ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട് ചില ആൾക്കാർക്ക്. അപ്പം നിങ്ങൾ ആലോചിക്കുക, അള്ളാഹിനെ തോൽപ്പിക്കണമല്ലോ. ലാ ബുർഹാന ലഹു എന്താണ് സൂറത്ത് മുഅ്മിനീന്റെ അവസാനത്ത് പറഞ്ഞല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കില്ല. ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവിനില്ല. പക്ഷെ എന്ത് ഇഷ്ടം പോലെ തെളിവാണെന്ന് മാത്രമല്ല, ഖുർആൻ അടക്കി തെളിവാണെന്നാണ് ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത്. ഖുർആൻ മുഴുവൻ വ്യത്യാസമുള്ള തെളിവാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഖാസിമി ഇപ്പം അവസാനം പറഞ്ഞത് വെച്ചാൽ നമ്മൾ എല്ലാത്തിലും ഖുർആൻ സുന്നത്ത് പറയാൻ പാടില്ല. ഇപ്പം ഇന്നലെ നമ്മൾ പ്രൂഫിൻ്റെ വിഷയം ചർച്ച ചെയ്തിരുന്നു. 23 കൊല്ലത്തെ നബിൻ്റെ എല്ലാ ഹദീസും ഉണ്ടെന്ന് ഇവർ ചോദിക്കുന്നു. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുണ്ട്, അതൊക്കെ ഇവിടെ ഒന്നില്ല. അതുകൊണ്ട് എന്തല്ല, എല്ലാത്തിനും എന്തുണ്ടാവില്ല, തെളിവുണ്ടാവില്ല. ഇപ്പം ഇങ്ങോട്ട് നമുക്ക് ചോദിക്കണുണ്ടോ, ഇപ്പം ഇത് പാഴൂരാന്നുള്ള ഖുർആനിലുണ്ടോ, ഇത് മൂത്തേടാണെന്നുള്ള ഖുർആനിലുണ്ടോ? അതെന്താ ഇപ്പം ഖുർആൻ എന്താ ഗൂഗിൾ മാപ്പിൻ്റെ കിതാബാ? അപ്പം നിങ്ങൾ ആലോചിച്ച് ദീന് പറയണ അയാൾ ഇമ്മാരി പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് ആത്മീയമായി വെളിച്ചം കൊടുക്കുന്ന കിതാബാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ്റെ അതിർത്തിൻ്റെതാണ്, പാകിസ്ഥാൻ അതിർത്തിൻ്റെതാണ്, ബംഗ്ലാദേശിൻ്റെ സ്ഥലത്തെന്നൊക്കെ പറയേണ്ട കിതാബ് ഖുർആന് അല്ലല്ലോ. അപ്പോൾ എന്താണ് ഖുർആൻ്റെ തീം എന്ന് പറയുന്നത്? ഇങ്ങോട്ട് മുമ്പിൽ പറയണമെന്ന് വെച്ചാൽ എത്രയോ ഹദീസുകളുണ്ട്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുണ്ട്, അതൊക്കെ ഇവിടെ നമുക്കില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഖുർആൻ്റെ സുന്നത്ത് ചോദിക്കണ്ട. ഇതെന്തിനാ ഇവർ പറഞ്ഞതറിയാം? വഹാബികളോട് എന്ത് ചോദിച്ചാലും പറയും ഖുർആനുണ്ടോ ഹദീസിലുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല. ഏതുണ്ടാവില്ല? ദീനാണെങ്കിലും ഉണ്ടാകണ്ടേ. അപ്പോൾ ദീനാണെങ്കിലും ഉണ്ടാവില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങോട്ട് പറഞ്ഞു ഉദാഹരണം, മൂത്താടം ഖുർആനിലുണ്ടോ മറ്റുണ്ടോ? അത് ദീന? മൂത്തേടം ഇന്ന പഞ്ചായത്തിൽ എത്രാമത്തെ വാർഡാണ്, ഇത് ഇന്ന ടൗണാണെന്നുള്ളത് ഖുർആനിലുണ്ടാണോ? അത് ദുനിയാവിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മക്കയുടെ ഒന്ന് വരെ ഖുർആനിലുണ്ടോ? ജനങ്ങളുടെ മൂത്തേടം. ശരി. അപ്പം ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയും പുരോഹിതന്മാർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർ വിളിച്ച് തേടാൻ വേണ്ടി തെളിവുണ്ടാക്കുക എന്ന് മാത്രമല്ല, നിങ്ങളതിന് തെളിവ് പോലും ചോദിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളെന്ത് ചെയ്യണ്ട? തെളിവും ചോദിക്കണ്ട. നിങ്ങൾ ഹദീസുണ്ടോ ആയത്തുണ്ടോ ചോദിക്കണ്ട. അതൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ഇസ്ലാമിനെ പൊടിക്കണ വാദമാണ്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ അള്ളാഹ് പറഞ്ഞു ഇന്നാലഹുലാഹിഫുൻ, ഈ ദീനെ നാം സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാത്തു ബുർഹാനൊക്കെ അങ്ങനെ ബുർഹാനില്ല. അള്ളാഹു അല്ലാതെ ആരെയും ഇലാഹാക്കുവാൻ ഒരു ബുർഹാനും ഇല്ല. ഹാദാ ദിക്റു മഅയ വ ദിക്റു മൻ ഖബ്ലി, ഇത് എൻ്റെ കൂടെയുള്ള എനിക്ക് നൽകപ്പെട്ട ദിക്റാണ്, എനിക്ക് മുമ്പുള്ളവരുടെയും ദിക്റാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാളെയും വിളിച്ച് ദുആ ചെയ്യാൻ ഇലാഹാക്കാൻ പാടില്ല എന്നത് എൻ്റെയും ആദർശമാണ്, എനിക്ക് മുമ്പുള്ളവരുടെയും ആദർശമാണ്. ഇപ്പം തൗഹീദാണ് എല്ലാ നിവേദന അടുത്ത ആയത്തിലുള്ള പറഞ്ഞത്. തൗഹീദാണ് എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിൻ്റെ കേന്ദ്രം. എന്നാൽ ബൽ അക്തറുഹും ലാ യഅലമൂനൽ ഹഖ്ഖ, പക്ഷേ മനുഷ്യന്മാരിൽ അധികവും ലാ യഅലമൂൻ, അധികവും ഇൽമുള്ളവരല്ല. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അക്തറുഹും എന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ നമുക്ക് കാണാം നല്ലതല്ല പറഞ്ഞിട്ടുണ്ടാകാം.
ഇപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ നോക്കിക്കോ, സൂറത്ത് ബഖറയുടെ 100-ാമത്തെ ആയത്തിൽ കാണാം, ബൽ അക്സറുഹും ലാ യുമിനൂൻ, അധികം ആൾക്കാരും വിശ്വസിക്കലല്ല. സൂറത്ത് ബഖറത്തിൻ്റെ 243 കാണാം, ബൽ അക്സറുന്നാസി ലാ യശ്കുറൂൻ. അതേപോലെ തന്നെ പിന്നെ സൂറത്തു ആലിംറാൻ കാണാം, ബൽ വ അക്സറുഹും ഫാസിഖൂൻ. സൂറത്തു മാഇദയിൽ കാണാം, അക്സറുക്കും ഫാസിഖൂൻ. സൂറത്തു മാഇദയിൽ തന്നെ കാണാം, അക്സറുഹും ലാ യഅഖിലൂൻ. സൂറത്ത് അൻആമിൽ കാണാം, വലാക്കിൻ അക്സറുഹും ലാ യഅലമൂൻ. പിന്നെ സൂറത്ത് അൻആമിൽ കാണാം, വലാക്കിൻ അക്സറുഹും യജ്ഹലൂൻ. പിന്നെ സൂറത്തു ആറാഫിൽ കാണാം, വലാ തജിദ് അക്സറുഹും ഷാക്കിരീൻ. ഈ അത് വലാക്കിൻ അക്സറുഹും ലാ യഅലമൂൻ സൂറത്തു പിന്നെ ശൂറായിൽ കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ ആറാഫിൽ വലാക്കിൻ അക്സറുന്നാസി ലാ യഅലമൂൻ, പിന്നെ വലാക്കിൻ അക്സറുഹും ലാ യഅലമൂൻ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ അക്സറുഹും എന്ന് പറഞ്ഞിടത്തൊക്കെ അത് നെഗറ്റീവാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവും എന്തിനാ എതിരായിരിക്കും? ഹക്കിന് എതിരായിരിക്കും. മാത്രമല്ല മഹാഭൂരിപക്ഷവും ഇൽമില്ലാത്തവരാണ്. വൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ. അതേ സമയത്ത് ഖലീലും മിൻ ഇബാദിയ ശക്കൂർ ഉണ്ടോ? നല്ലത് പറഞ്ഞപ്പോൾ അല്ലാഹ് കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. ഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എൻ്റെ അടിമകളിൽ കുറച്ച് ആളുകളുണ്ട് ഒരു ശുക്ർ ചെയ്യുന്നവരാണ്. അപ്പം കസീർ പറഞ്ഞിടത്തൊക്കെ മോശമാക്കിയിട്ടും ഖലീൽ പറഞ്ഞപ്പോൾ നന്നാക്കിയിട്ടേ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? അധിക ആൾക്കാരും ഹക്കിൻ്റെ മാർഗത്തിൽ എന്താവൂല. കാരണം ഇത് ഇബ്ലീസിൻ്റെ പിന്നെ എന്താ പറയുക, ഇബ്ലീസ് അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കരാറ് വാങ്ങിയിട്ട് പുറത്തു വന്ന് വലാ തജിദ് അക്സറുഹും ഷാക്കിരീൻ. ഇതാര് പറഞ്ഞതാ? ഇബ്ലീസ് അള്ളാഹിനോട് മുമ്പിൽ ഒപ്പിട്ടെടുത്ത് പോന്നാണ്. നിൻ്റെ അടിമകളിൽ അധികവും നിനക്ക് നന്ദി ചെയ്യുന്നവരായിക്കൊണ്ട് നിനക്ക് കാണാൻ സാധിക്കും. നല്ല തുമ്മലാത്തിയൻ ഷമാലിയും, ഞാൻ മുമ്പിലൂടെ മീനിലൂടെ 4 ഭാഗത്തുകൂടെയും വരുത്തില്ലും, എന്നിട്ട് വലാത്ത അക്സറുഹും ഷാക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്സറുന്നാസ്, അപ്പോൾ നമ്മൾ മഹാഭൂരിപക്ഷം എന്ന് പറയുമ്പം ആ ഭൂരിപക്ഷം രാഷ്ട്രീയത്തിലും വോട്ടെടുപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ മതത്തിലെന്തില്ല? ഭൂരിപക്ഷമല്ല. മനസ്സിലല്ലേ? അവിടെ ഖുർആനും സുന്നത്തുമാണ് തെളിവ്. മാത്രമല്ല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസാല ത്വായിഫത്തുൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എൻ്റെ ഉമ്മത്തിൽ ഒരു ത്വായിഫത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു ത്വായിഫത്ത് എപ്പോഴും ഹക്കിലുണ്ടാവും. ആ ത്വായിഫത്ത് ചിലപ്പോൾ ഒരാളാകാം, ഒരു നാട്ടിൽ ഒരാളാകാം. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കാലത്ത് അഹ്ലുസുന്ന ആരായിരുന്നു? ഇമാം അഹ്മദ്. രണ്ടാമത്തെ ആളുണ്ടോ? പിന്നെ മുഹമ്മദ് ബിൻ നൂഹ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. ആകെ 2 ആൾക്കാരുണ്ട്, മുഹമ്മദ് ബിൻ നൂഹും ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ അവരുടെ പീഡനങ്ങൾ പേടിച്ചിട്ട് ഒക്കെ പറയാതെ മാറ്റി പറഞ്ഞു. പക്ഷെ ഇമാം അഹ്മദ് ബിൻ ഉറച്ചൊന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ചില ആൾക്കാർ മധ്യസ്ഥ സമയമായിട്ട് വന്നു, നിങ്ങൾക്ക് നാളാണ്ട് പറഞ്ഞൂടെ? അങ്ങനെ ചില ആൾക്ക് നിങ്ങൾക്ക് ശിർക്കാന്നാണ് പറഞ്ഞൂടെ? ശിർക്കല്ല എന്നാണ് പറഞ്ഞൂടെ? നമ്മളോട് പറഞ്ഞ ശിർക്കാന്ന് പറഞ്ഞൂടെ? ഞമ്മക്ക് വേണ്ടി ചോദിച്ചു, നിങ്ങൾക്ക് ശിർക്കല്ല എന്നാണ് പറഞ്ഞൂടെ? നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പോൾ മധ്യസ്ഥന്മാരുണ്ടാക്കുക അങ്ങനെ. അപ്പം നമ്മൾ മാത്രം ശിർക്കെന്ന് പറഞ്ഞു. ശിർക്കല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ശിർക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ശിർക്കല്ലാന്ന് പറഞ്ഞാൽ പോരെ? മനസ്സിലായില്ലേ? അപ്പോൾ പറയില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ മധ്യസ്ഥന്മാരെല്ലായിടത്തും ഉണ്ടാവും. ഹക്ക് അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൽ അഹ്ലുസുന്ന ചിലപ്പോൾ ഒരാളുണ്ട്. കാരണം അള്ളാഹു വൈൻ ത്വായിഫത്താനി മിൻ സൂറത്ത് ഹുജറാത്തിൽ ത്വായിഫത്താനി എന്ന് പ്രയോഗിച്ചത് ത്വായിഫത്ത് ഒരാൾക്കുമാകാം. വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഇഖ്തതലു ഫഅസ്ലിഹു ബൈനഹുമ എന്ന് ഖുർആൻ്റെ സൂറത്ത് ഹുജറാത്തിലുണ്ടല്ലോ. 2 ത്വായിഫത്തുകൾ തമ്മിൽ മുഅ്മിനീങ്ങൾ ഏറ്റുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ സുൽഹ് ഉണ്ടാക്കണം. എന്നിട്ട് ഇമാം ബുഖാരി പറയാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത്, ഇവിടെ ത്വായിഫത്ത് കൊണ്ട് ഉദ്ദേശം ഒരാളുമാകാം. കാരണം എന്താ? 2 ആൾ തമ്മിൽ പൊരിഞ്ഞ കച്ചറ. നമ്മൾ ആയില്ല, ഒരു ആള് കൂടട്ടെ. കാരണം അള്ളാഹ് പറഞ്ഞെന്താ? വൈൻ ത്വായിഫത്താനി മിൻ ഇഖ്തതലു എന്നല്ലേ? ഒരു 2 സംഘങ്ങൾ തമ്മിൽ തല്ലുകൂടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവിടെ സുൽഹ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 2 ആൾ തമ്മിൽ തല്ലുകൂടുകയാണെങ്കിലോ ആള് കൂടാൻ വേണ്ടി നിൽക്കണം എന്നാ? അല്ല, ഇമാം ബുഖാരി പറയാണ് ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുമാകാം. അപ്പോൾ ലാ തസാല ത്വായിഫത്ത് ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഹക്കിൽ നിൽക്കുന്ന ഒരു ത്വായിഫത്ത് എന്നാണ്. ഒരു പക്ഷേ ഒരു പ്രദേശത്ത് ഒരാളുണ്ടാവും.
ആദ്യ റസൂലല്ല ഉണ്ട് ഇനി അല്ലേ? ആദ്യത്തെ മുഅ്മിനാരാ? വാന അവ്വൽ മുഅ്മിനീൻ അവൽ മുസ്ലിം എന്നല്ലേ? ആദ്യത്തെ മുസ്ലിം റസൂലാണ്. പിന്നെ അങ്ങനെ കൂടി 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 വന്നല്ലേ? അപ്പോൾ ഭൂരിപക്ഷം എന്നുള്ളത് എപ്പോഴും പിന്നെ ദീനിൻ്റെ വിഷയത്തിൽ എതിരായിട്ട് നിൽക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്രം എടുത്ത് വെച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കാരണം പ്രവാചകന്മാരുടെ എതിരാളികളാണ് മഹാഭൂരിപക്ഷം. എന്നും അന്നും എന്നും എന്നും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഫഹും മുഅരിദൂൻ എന്ന് മാത്രമല്ല, അവർ ഇഅറാദ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിഞ്ഞു പോകുന്നവരാണ്. അപ്പം ഇത് ലോകത്തെ എല്ലായിടത്തും കാണുന്ന പ്രവണതയാണ്. സത്യം മനസ്സിലാക്കാതെ സത്യത്തിൽ നിന്ന് അറള എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോവുക. മുഅരിദ് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞവൻ. മുഅരിദ് എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിഞ്ഞ് പോകുന്നവരായിരിക്കും. ലോകത്ത് മഹാഭൂരിപക്ഷവും അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാത്തവരായിരിക്കും എന്നർത്ഥം. ഇതിനർത്ഥം പറയാണ്, ഈ തൗഹീദ്, ഇത്രയും വ്യക്തമായ തൗഹീദ് ഇത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. വിശുദ്ധ ഖുർആൻ പിന്നെ ഇപ്പം നമുക്കറിയാം ഒരുപാട് ആയത്തുകളുണ്ട്, ഒരുപാട് പിന്നെ വലിയ ആയത്തുകളുണ്ട്, ചെറിയ ആയത്തുകളുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും സിമ്പിളായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്തുകളിലാണല്ലോ ഖുർആൻ തൗഹീദ് പഠിപ്പിച്ച്. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവരുണ്ടോ? ആയത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടോ? ഇല്ലല്ലോ. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്തവരുണ്ടോ? ഇതൊക്കെ തൗഹീദ് എന്ന് പറഞ്ഞത്. ഫാത്തിഹയിൽ തൗഹീദാണ്, സൂറത്തുൽ ഇഖ്ലാസിൽ തൗഹീദാണ്, ആയത്തുൽ കുർസി തൗഹീദാണ്. അപ്പോൾ തൗഹീദ് അറിയുന്ന ആയത്തുകൾ അല്ലാഹു വളരെ സിമ്പിളാക്കിയിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം. അതേസമയത്ത് അനന്തരാവകാശത്തിൻ്റെ ആയത്തിനൊക്കെയും അറിയോ? കാണാതെ. അതുപോലെ തന്നെ തലാഖിൻ്റെ ആയത്തേക്കും കാണാതെ അറിയോ? ഇല്ലല്ലോ. ആയത്തിനാർക്കും കാണാതെ അറിയാം? അറിയണൂലുണ്ടാവും കേട്ടോ. പക്ഷെ തൗഹീദിൻ്റെ ആയത്തോ എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ തൗഹീദ് വളരെ സിമ്പിളാക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും ലളിതമായൊരു കാര്യം ഉണ്ടെങ്കിൽ അതെന്താണ്? തൗഹീദ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ തൗഹീദ് പഠിക്കണമെങ്കിൽ വലിയ അടങ്ങേറാട്ടോ. നമ്മളെ ആൾക്കാർ അങ്ങനെയാണ് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങോട്ട് ഭൗതികമാണോ അങ്ങോട്ട് ഭൗതികമാണോ, അതുപോലെ തന്നെ പിന്നെ കണ്ണ് കാണാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. എന്നായിക്കോട്ടെ, ശരി, യെസ് ഓർ നോ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അബൂജഹലിനും മനസ്സിലായി, അബൂബക്കർ സിദ്ദീഖിനും മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അബൂജഹലും മനസ്സിലായി, അബൂബക്കർ സിദ്ദീഖിനും മനസ്സിലായി. എന്ന് പറഞ്ഞാൽ കാഫിറുകൾക്ക് പോലും ഇസ്ലാമിൻ്റെ തൗഹീദ് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇന്ന് ഇത്ര പിന്നെ വിശദീകരിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ ഈ ഉള്ളിലെ പിഴച്ച കക്ഷികൾ തൗഹീദിനെ വികലമാക്കിയത് കൊണ്ടാണ്. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതാർക്കാ അറിയാത്ത? അവന് മുസ്ലിയാർ പ്ര പ്ലസ് അർത്ഥന, അപ്പോൾ പ്ര അലങ്കാരികമാണ് അർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ, അപ്പോൾ ആലങ്കാരികമായ അർത്ഥന അത് പ്രാർത്ഥനയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ടി വരും. അതില്ലാതെ നിങ്ങൾ ആലോചിക്കും, ലോകത്ത് റസൂൽ വന്നിട്ട് എന്താ പറഞ്ഞാൽ പ്ര പ്ലസ് അർത്ഥനൊക്കെ പഠിപ്പിച്ചിരുന്നോ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു ഖലാസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ജയിച്ചു. അപ്പോൾ അബൂജഹലിന് മനസ്സിലായി എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായി എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നിപ്പോൾ നിങ്ങൾ മലയാളത്തിൽ പറയണം അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ലേ? പക്ഷെ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലായ അപകടമാണ്. അതിനാണ് ഇങ്ങനെ വട്ടം ചുറ്റി അല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണില്ല, നമ്മൾ സഹായം തേടണുള്ളൂ, ഇലാഹാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണില്ല. ഇന്നിങ്ങനെ മറിഞ്ഞ് പോകണമെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിൻ്റെ തൗഹീദിനെ വികലമാക്കി പോകണോണ്ടാണ് ശരിക്കും ഈ കാര്യകാരണം ഭൗതികം അഭൗതികമൊക്കെ പിന്നെ പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ ഈ തൗഹീദിനെ ഈ ആളുകൾ വികലമാക്കിയത് കൊണ്ടാണ് പറയേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? റസൂൽ അതുകൊണ്ടാണ് ഇപ്പം ചില ആളുകൾ ചോദിക്കുക, ഈ കാര്യകാരനൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തുണ്ടോ? റസൂലിൻ്റെ കാലത്തുണ്ട്, ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ബറാഹിം എന്താ വെച്ചേ? ഈ ബുർഹാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ബുർഹാനക്കും എന്ന് പറഞ്ഞാൽ തന്നെ ബറാഹിൻ്റെ അർത്ഥം കിട്ടും. ആ ആ ആ ആ ആ അത് അറബിയിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ പിന്നെ ബുർഹാൻ എന്നുള്ളത് മുഫ്രദാണ്, ഏകവചനാണല്ലോ.
ഈ ഏകവചനത്തിലെ ഈ കും എന്നുള്ളത് അതിൻ്റെ മുലാഫിലിയാണ്, അതായത് മുലാഫുൻ ഇലൈഹി എന്ന് പറയും. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ ബുർഹാനക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെളിവുകൾ എന്നല്ല, നിങ്ങളുടെ മുഴുവൻ തെളിവുകൾ എന്നർത്ഥം. ഇപ്പം നോക്കിക്കോ, ഇപ്പോൾ കലമെന്ന് പറഞ്ഞാൽ എന്താ? കലമെന്ന് പറഞ്ഞാൽ എന്താ? പേന. കലമു മുഹമ്മദ് എന്ന് പറഞ്ഞാലോ മുഹമ്മദിൻ്റെ പേന. അപ്പോൾ മുഹമ്മദിന് ലോകത്ത് എത്ര പേനുണ്ടോ ആ പേനൊക്കെ പെട്ടോ? ആ പേനൊക്കെ എന്താണ്? കല മുഹമ്മദില്. ഇനി 1,00,000 പേന മുഹമ്മദിനുണ്ട്, അതൊക്കെ എന്താ? ഈ കലം മുഹമ്മദ് എന്നുള്ള 1,00,000 പേന പെട്ടു. ഇല്ല, ഒരു പേനാണെങ്കിൽ ഒരു പേന വിട്ടു, 2 പേന 2 വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര, ഒരു തെളിവാണെങ്കിൽ ഒരു തെളിവ്, 2 തെളിവാണെങ്കിൽ 2 തെളിവ്, 3 തെളിവാണെങ്കിൽ 3 തെളിവ്, ലക്ഷക്കണക്കിന് തെളിവുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ബറാഹി എന്ന് പറയേണ്ട ആവശ്യമില്ല. മുഫ്രദ് തന്നെ പറഞ്ഞാൽ മതിയാവുന്ന സ്ഥലങ്ങളിൽ മുഫ്രദ് പ്രയോഗിക്കുക. മുഫ്രദ് മതിയാകാത്തോടത്താണ് ബഹുവചനത്തിലേക്ക് പറയുക. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ മുലാഫുൽ, അതായത് കലമെന്ന് മാത്രം പറഞ്ഞാൽ ഒരു പേനാവുള്ളൂ. അതേസമയത്ത് കും എന്നുള്ള നിങ്ങളുടെ, ഡേ എന്ന് പറഞ്ഞല്ലോ, മുഹമ്മദിൻ്റെ ഡേ എന്നൊക്കെ പറഞ്ഞാൽ മുലാഫുല്ലാഫിലി പറഞ്ഞു. അപ്പം അത് ഇപ്പം ബിസ്മില്ല നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ബിസ്മില്ല എന്ന് പറയുന്ന അർത്ഥം, ബിസ്മില്ല എന്താ? അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. എത്ര നാമം കൊണ്ട്? ഏത് നാമം കൊണ്ട്? എല്ലാ, അള്ളാഹ്ക്ക് എത്ര പേരുണ്ടോ അത്രയും പേരുണ്ട്. പിന്നെ റഹ്മാൻ റഹീം എന്നുള്ള ഈ അള്ളാഹിൻ്റെ വിശേഷണം, റഹ്മാൻ റഹീം എന്നുള്ളത് ഒരു എക്സ്ട്രാ നമ്മൾ ഒരു ബദലായിട്ട് പറയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കിടക്കും ബിസ്മില്ല പറഞ്ഞാൽ തന്നെ മതി, ഭക്ഷണം കഴിക്കും ബിസ്മില്ല പറഞ്ഞാൽ മതി. ആ ബിസ്മില്ലിൽ തന്നെ റഹ്മാൻ റഹീം മാലിക്കും ഖുദ്ദൂസും സലാം മുഅ്മിനും മുഹൈമിനും ഒക്കെ വിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഇസ്മ എന്നുള്ള മുഫ്രദാണ്, ഏകവചനാണ്. അപ്പോൾ ഇസ്മുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേര്. അപ്പം അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? ഒക്കെ അള്ളാഹിൻ്റെ പേരല്ലേ, മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? അതൊക്കെ അള്ളാഹിൻ്റെ പേരായി. അപ്പം അതുപോലെ ബുർഹാനക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എത്ര തെളിവുണ്ടോ അതൊക്കെ കൊണ്ടുവന്നു. അത് 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 3000 ആണെങ്കിൽ 4000 ആണ്, 10,000 ആണെങ്കിൽ 70,000 ആണെങ്കിൽ ഒക്കെ കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ ഇതാണ് അവിടെ. ഇനി ഇവിടെ നമ്മൾ പിന്നെ ഇവിടെ പറഞ്ഞില്ല നമ്മൾ തൗഹീദിൻ്റെ വിഷയം. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ തൗഹീദ് പറഞ്ഞാൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, പിന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, ഇവിടെ ഒരു മഖ്ലൂഖ് ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളി. നമ്മൾ തൗഹീദ് വളരെ സിമ്പിളായി മനസ്സിലാക്കുക. ഇതൊരു മനുഷ്യനാണ്, ഇത് അർ-റജുൽ. അപ്പോൾ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? തൗഹീദ് നമ്മൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക, ഖലാസ്. ഇത്ര തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ നോക്കിക്കോ, ഈ മനുഷ്യൻ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇപ്പോൾ ഒന്ന് ദുആ, അതുപോലെ തന്നെ പിന്നെ സ്വലാത്ത്, നിസ്കാരം, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ടല്ലോ. ഇനി ഈ മനുഷ്യൻ മഖ്ലൂക്കിന് കൊടുക്കേണ്ടതുണ്ടാവും. ഇപ്പോൾ ഇതുപോലെ അവൻ്റെ പിന്നെ സഹായങ്ങൾ, സമ്പത്ത്, അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിനുള്ളത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക, അള്ളാഹുവിനുള്ളത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക. അതാണെന്ത്? ശിർക്ക്. ഖലാസ്, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പം അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ നോക്കിക്കോ, ഈ ദുആ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഈ ദുആ ഇയാൾ അള്ളാഹ്ക്ക് കൊടുത്താൽ തൗഹീദായി, മനസ്സിലല്ലോ? അപ്പം ഈ ദുആ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഈ ദുആ ഇയാൾ വെക്കേണ്ടത് ഇവിടെയാണ്. ഈ ദുആ എടുത്തിട്ട് ഇയാൾ ഇവിടെ വെച്ചാലോ ശിർക്കായി. അതാണ് ളുൽമു എന്ന് പറഞ്ഞത്. ളുൽമു എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വളുഉ ശൈഇ ഫീ ഗൈരി മൗദിഇ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വെക്കേണ്ടത് ഇവിടെ കൊണ്ടേക്കുക. അപ്പോൾ ഈ ദുആ ഇയാൾ ഇവിടെ കൊണ്ടേക്കണ്ടേ? ഇവിടെ കൊണ്ടേക്കണ്ടേ? പക്ഷെ അതെടുത്തിട്ട് ആൾ ഇവിടെ കൊണ്ടുവച്ചാൽ എന്തായി? ദുൽമാണ്, ശിർക്കാണ്. അപ്പം അള്ളാഹുവിനുള്ളത് അള്ളല്ലാത്തവർക്ക് കൊടുത്ത അത്ര ഉള്ളൂ തൗഹീദ് ശിർക്കും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് മനസ്സിലാക്കാം. അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹുവിനുള്ളത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അതിന് പേരാണെന്ത്? ശിർക്ക്. അതിൻ്റെ ഒരുപാട് കൺഫ്യൂഷൻ. എന്താ തൗഹീദ് നിർവചനം എന്താണ്, ശിർക്കിൻ്റെ നിർവചനം എന്താണെന്നൊക്കെ മുസ്ലിയാക്കന്മാർ ആദ്യം ചോദിക്കില്ല അല്ലേ? അങ്ങക്ക് തൗഹീദ് നിർവചനം പറയും. ഒരു നിർവചനത്തിന് ആവശ്യമില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് കൊടുക്കുക, അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളല്ലാത്തവർക്ക് കൊടുത്താൽ ശിർക്ക്. ഖലാസ്. അതിന് നിർവചനത്തിൻ്റെ ആവശ്യമില്ല, ഒരു വചനത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ?
എങ്ങനെ ഉദാഹരണം പറയും? അള്ളാഹു എനിക്ക് 500 രൂപ തരണേ എന്നുള്ള ഒരു 500 രൂപ മുത്തയ്യനായി ചോദിക്കാൻ പറ്റില്ല. അതായത് ഇപ്പം നമ്മൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു 10,000 റുപ്യൻ്റെ ആവശ്യം, നിങ്ങൾക്കൊരു 10,000 റുപ്യ തരി, അള്ളാഹ് എനിക്കൊരു 10,000 റുപ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കളിയാക്കലാണ്. മനസ്സിലായില്ലേ? അതേസമയത്ത് അള്ളാഹുവിൻ്റെ കടം വീട്ടി തരണേ എന്നുള്ളത് ചോദിക്കാം, ആമായിട്ട് ചോദിക്കാം. അള്ളാഹു നമുക്ക് ഇപ്പം നമ്മൾ വീടുണ്ടാക്കുന്നുണ്ട്, അള്ളാഹു എനിക്ക് നല്ലൊരു വീട് തരണേ, ഇവിടെ ഉണ്ടാക്കുക തോഫിക്കണേ, അള്ളാഹ് എനിക്ക് നല്ലൊരു ജനാല് തരണേ, ഒരു വാതിൽക്കെട്ട് തരണേ, നല്ലൊരു കാർപ്പറ്റ് തരണേ ചോദിക്കാൻ പറ്റില്ല. അതായത് തയ്യം ചെയ്ത് ചോദിക്കുമ്പോൾ ഇസ്തിഹിസ എന്നൊരു പരിഹാസമാവും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു എനിക്ക് നല്ലൊരു വാഹനം തരണേ, നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, എനിക്ക് നല്ലൊരു വീട് തരണേ, എനിക്ക് നല്ല ഭാര്യ തരണേ, നല്ല കുട്ടി തരണേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിലായില്ലേ? അതേ പഠിച്ചവൻ അള്ളാഹ് എനിക്ക് കുട്ടീൻ്റെ ഒരു കമ്പല് തരണേ, കുട്ടീൻ്റെ പാഴ്സരം തരണേ. അത് നമ്മൾ തഖ്സീസ് ചെയ്ത് ചോദിക്കുമ്പോൾ അത് ഇസ്തിഹ്സാൻ, പരിഹാസാണ്. മനസ്സിലായില്ലേ? അത് അപ്പം മനുഷ്യനോട് ചോദിക്കാം. ഇനി മനുഷ്യനോട് ഇപ്പം ചോദിക്കണ്ട, ഇപ്പം ആരും മനുഷ്യനോട് ചോദിക്കണ്ടോ? ഒക്കെ ഗൂഗിളല്ലേ. മനസ്സിലേ? അവൻ്റെ അഷറഫ് മൗലവിനോട് ചോദിച്ച്, നിങ്ങൾ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നിങ്ങൾ എന്താ ചെയ്യാൻ? ഇതൊന്നും പേടിക്കണ്ട, എൻ്റെ നമ്പർ വാങ്ങിയിട്ട് ഇന്ത്യയെ വിളിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഒരിപ്പം എന്താ വെച്ചാൽ ജിന്നിനെ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും പേടിച്ചെൻ്റെ നമ്പർ വാങ്ങി എന്നെ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കണ്ടേ. മനസ്സിലായില്ലേ? അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഇതാണ് തൗഹീദ്, ഇതാണ് ശിർക്ക്. നമ്മൾ മനസ്സിലാക്കുക. ഇത്ര ഉള്ളൂ ഇസ്ലാമിന് ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നത് തൗഹീദാണ്, ശിർക്കുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ആർക്ക് മനസ്സിലായി? അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായി, അബൂജഹലിന് മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് മനസ്സിലായതുകൊണ്ടാണ് അബൂബക്കർ സ്വീകരിച്ചത്, അബൂജഹലിന് മനസ്സിലായതുകൊണ്ടാണ് അബൂജഹൽ സ്വീകരിക്കാതിരുന്നു. മനസ്സിലായില്ലേ? കാരണം ഇത് സ്വീകരിച്ചാൽ ഇനി നമ്മൾ ബാക്കിയുള്ളതൊന്നും ആരാധിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇലാഹിൻ്റെ താരീഫ് അറി, ഇലാഹിൻ്റെ താരീഫ് അറി, ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്താ സൗകര്യം. കാരണം അവർക്ക് വക്രബുദ്ധിയൊന്നുമില്ല, ഇന്നത്തെ പുസ്തകന്മാരെ പോലെ വക്രബുദ്ധിയില്ല. അസ്തഗ്ഫിറുല്ലാഹ്. ഇനി നോക്കിക്കോ, അല്ലാഹ് പറയും വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, നബിയെ നിങ്ങൾക്ക് മുമ്പ് നാം ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല. വമാ അർസൽനാ എന്ന് പറഞ്ഞാൽ അയച്ചിട്ടില്ല, മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പ്, മിർ റസൂലിൻ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ആ മായിൻ്റെ ബയാനാണ് മിന്നെ. വമാ എന്ന് പറഞ്ഞാൽ ഒന്നും അയച്ചിട്ടില്ല, എന്തിൽ നിന്ന്? മിർ റസൂൽ, റസൂലുകളിൽ നിന്ന്. ഇപ്പോൾ റസൂലുകൾ പറഞ്ഞൊരു നബി എന്നുള്ളത് റസൂലിൽ നിന്ന് വ്യത്യാസത്തിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം റസൂലുകളിൽ നിന്ന് ഒരാളെയും നാം അയച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ നൂഹി ഇലൈഹി, നാം അദ്ദേഹത്തിന് വഹി നൽകിയിട്ടല്ലാതെ. അന്നഹു, എന്താണ് വഹി നൽകിയ കാര്യം? അന്നഹു, എന്താണ് കാര്യം? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാതെ ഇലാഹില്ല. ഇപ്പം നമ്മൾ ഇപ്പം ഷഹാദത്ത് കലിമയാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാക്കിയെന്താ? ഇവിടെ ഹൂ എന്നാണോ ഹാ എന്നാണോ ഹീ എന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹു. എല്ലാവർക്കും ഉറപ്പന്നല്ലേ? ഇല്ലല്ലാഹ് എന്നവർക്ക് സംശയിച്ചല്ലോ, ഉണ്ടോ? എങ്ങനെ? ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇൽമില്ലാത്തതുകൊണ്ടാണ്, അതിൽ നമുക്കൊരു യഖീനുറപ്പില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാഹി. പറയുമ്പം റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലാക്കി വെക്കുക. മനസ്സിലല്ലേ? അപ്പം ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, ഇതാണ് എന്താ വഹി കൊടുത്തില്ല അന്നെ ലാ ഇലാഹ. ഈ ഇലാഹ് എന്നുള്ളത് ഈ ലാമുൻ നഫിൽ ജിൻസ് എന്ന് പറയാം. അതായത് നഫിയുൻ ലിൽ ജിൻസ് എന്ന ഈ ലാമിന് പറയാം. ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാഷണാലിറ്റി എന്നൊക്കെ പറയാം, ജിൻസിയ എന്നൊക്കെ പറയാം. അതായത് വർഗം. ഇലാഹ് എന്ന് പറയുന്ന ഒരു വർഗം തന്നെ ഇല്ല. ഇലാഹ് എന്ന് പറയുന്ന ഒരു വർഗം തന്നെ, ഒരു ഇലാഹു ലോകത്തില്ല.
ആദ്യം നിഷേധമാണ്. മനസ്സിലല്ലേ? അപ്പം ഇത് ഇസ്ലാമിൻ്റെ ശൈലിയാണ്. ചില ആളുകൾ പറയും നിങ്ങൾ ഹക്ക് പറഞ്ഞാൽ മതി, ബാത്തിനെ എതിർക്കണ്ട. മനസ്സിലായില്ലേ? കാരണം വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അത് ഇസ്ലാമിൻ്റെ ദേവത്തല്ല. ഇവിടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യമൊക്കെ തകർക്കാണ്. നിങ്ങളൊന്നും ഇലാഹല്ല, ഈ ലോകത്തുള്ള ഒന്നും എന്തല്ല ഇലാഹല്ല. എന്നാൽ ഒരു പടച്ചോനും ഇല്ല ഇല്ലല്ലാഹ്, അല്ലല്ലാതെ. അപ്പോൾ എല്ലാം തകർത്ത് അള്ളാഹിനെ മാത്രം സ്ഥാപിച്ച്. നേരെ മറിച്ച് അള്ളാഹു ഇലാഹു എന്ന് പറഞ്ഞാൽ തൗഹീദാവോ? ഇല്ല. അള്ളാഹു ഇലാഹു എന്ന് പറഞ്ഞാൽ തൗഹീദാവോ? അത് തൗഹീദാവില്ല. അള്ളാഹാണ് ഇലാഹ്, അള്ളാഹാണ് ഇലാഹ്, അള്ളാഹ് മാത്രമാണ് ഇലാഹ്. ഇത് പറയുമ്പോൾ തൗഹീദ്. ആ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇല്ല, ഇതിങ്ങോട്ടുണ്ടെന്ന്. അതായത് ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരും വന്നില്ല, മൂപ്പര് മാത്രം വന്നു. പരർത്ഥം എന്താ? മൂപ്പര് വന്ന് എന്നർത്ഥം പറഞ്ഞതും മൂപ്പര് കല്യാണത്തിന് മൂപ്പര് വന്ന് എന്ന് പറഞ്ഞാൽ ആരും വന്നില്ല, മൂപ്പര് വന്ന് എന്ന് പറഞ്ഞാൽ ആരും വന്നില്ല, മൂപ്പര് മാത്രം വന്ന് മാത്രം കിട്ടണില്ല അവിടെ. മനസ്സിലല്ലേ? മറ്റേ മൂപ്പര് വന്ന് പറഞ്ഞാൽ മാത്രം കിട്ടുമോ? മൂപ്പര് വന്നുണ്ടാവും, വേറെ കൂടെ ആൾക്കാർ വന്നുണ്ടാവും. അപ്പം ഈ മാത്രത്തിലാണ് ഇസ്ലാമിൻ്റെ നിലനിൽപ്പ്. മാത്രമില്ലെങ്കിൽ ഇസ്ലാം എന്തില്ല. ആ മാത്രത്തിലാണ് നമ്മളെ സമസ്തക്കാരും കൈയ്ക്കണത്, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും കൈയ്ക്കണത്. ഇപ്പം നമ്മുടെ ഗാനന്മാരും ഇതിൽ നിന്ന് അള്ളാഹു മാത്രമുള്ളതിൽ നിന്ന് മനുഷ്യൻ ഒഴിവാന്ന് പറഞ്ഞിട്ട് ഇയ്യാക്കനഅബ്ദു ഇയ്യാക നസ്തഈൻ ദുർവ്യാഖ്യാനിക്കുക. ഇത് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അതുകൊണ്ട് ഫഅബ്ദൂനി, സബബിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാത്ത വേറെ ഇലാഹില്ല, അതുകൊണ്ട് ഫഅബ്ദൂനി. അപ്പം അതിൻ്റെ സബബ് അള്ളാഹ് ആദ്യം പറയാണ്. ഇലാഹ് അള്ളാഹു മാത്രമാണ്, അതുകൊണ്ട് ഇലാഹായ ഒരാൾക്ക് ഇബാദത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വ്യക്തമാണല്ലോ? അപ്പം ആർക്കാ ഇബാദത്ത് കൊടുക്കേണ്ടത്? ഇലാഹാണ്. മനസ്സിലായില്ലേ? അയാൾ ഇലാഹാക്കി ആളുകൾക്ക് ഇബാദത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അതുകൊണ്ട് ഫഅബ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് നാം വഹി കൊടുക്കാത്ത ഒരു പ്രവാചകനും ലോകത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ നബിമാരും എന്ത് പറഞ്ഞിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ പറഞ്ഞത്? ഈ ശൈലിയിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ നിലവിലുള്ള എല്ലാ പടച്ചവന്മാരെയും തട്ടി തകർത്തിട്ട് അള്ളാഹിനെ സ്ഥാപിക്കുക. അതാണ് ഇസ്ലാമിൻ്റെ ശൈലി. മനസ്സിലായോ? അപ്പം തൗഹീദ് പറയണമെങ്കിൽ ആദ്യം ശിർക്കിനെ എതിർക്കണ്ടേ? ശിർക്കിനെ എതിർക്കാതെ തൗഹീദ് പറയാൻ കഴിയോ? ഇവിടെ ലാ ഇലാഹ എന്നാണ് ശിർക്കിനെ എതിർക്കലല്ലേ? ഒരു ഇലാഹും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് എത്ര ഇലാഹുണ്ടോ ആ തീർക്കിൻ്റെ ഇലാഹുകളൊന്നും തന്നെ നിഷേധിച്ച് തൗഹീദിൽ എന്ത് ചെയ്യാണ്? സ്ഥാപിക്കുക. അപ്പം ശിർക്കിനെതിരെ പറയാതെ തൗഹീദ് പറയാൻ ഒരിക്കലും സാധിക്കും. ലോകത്തെല്ലാ അമ്പിയാക്കന്മാരും തൗഹീദ് പറഞ്ഞിട്ടുണ്ട്. ആ തൗഹീദ് പറയലാണ് പ്രവാചകന്മാർക്കുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യം. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെ പറഞ്ഞു. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ അംബിയാഉ അഖ്വാത്തുൽ അല്ലാദ്, അതായത് ബാപ്പയൊത്ത സഹോദരന്മാരാണ് അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാരാരാണ്? ബാപ്പത്ത സഹോദരനാണ്. ബാപ്പത്ത സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാപ്പാരാ? തൗഹീദ്. അതായത് എല്ലാവരുടെയും ബാപ്പ എന്നാണ്. എന്നാൽ എല്ലാവരുടെയും പ്രബോധനത്തിൻ്റെ വിഷയം ഏതാണ്? തൗഹീദ്. പക്ഷെ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരീഅത്ത് വ്യത്യാസമുണ്ട്. മൂസാ നബിൻ്റെ ശരീഅത്താണ് നമ്മുടെ ശരീഅത്ത്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ, ഹലാൽ ഹറാം മറ്റു സംഗതികൾക്കുണ്ടല്ലോ. അപ്പോൾ മൂസാ നബിയുടെ ശരീഅത്തിൽ അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും ഈസാ നബിയുടെ ശരീഅത്തിൽ ഹറാമാക്കിയിട്ടുണ്ട്. കാരണം ഓരോ ഫിത്തനുണ്ട്. മനസ്സിലല്ലേ? ഓരോ ഫിത്തനുണ്ട്. അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ചിലതൊക്കെ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരീഅത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഏതുപോലെ ഉമ്മ വേറെയാണ്, ബാപ്പ എന്നാണ്. ബാപ്പ ഏതാ? തൗഹീദ്. തൗഹീദ് എന്നാണ്. പക്ഷേ ശരീഅത്ത് എന്തുണ്ടാവും? വ്യത്യാസം. ഇപ്പോൾ ഈസാ നബിയുടെയും മുഹമ്മദ് നബിയുടെയും ശരീഅത്ത് വ്യത്യാസമല്ലേ? അതുകൊണ്ടാണ് അഖലാലത്തി കാനത്ത് അലൈഹി എന്ന് പറഞ്ഞാൽ അവരുടെ മേലുള്ള ചങ്ങലകൾ ഇല്ലായ്മ ചെയ്യാൻ കൂടി ആര് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് എന്ന് റസൂലുള്ളാഹിയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ ശരീഅത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദം നബി മുതൽ ഇന്ന് വരേക്കുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഒരേ അർത്ഥം തന്നെ ഉള്ളൂ. അതാണ് എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞത്. അത് പറയുമ്പം എല്ലാ അമ്പിയാക്കന്മാരും അനുയായികൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, എതിർത്തത്. മനസ്സിലാക്കാതെ എതിർത്തല്ല, മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വാക്യം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പം ഉണ്ട് ഫഅബ്ദൂനി എന്നാണ് ശരിക്ക്, ഫഅബ്ദൂനി എന്നാണ്. പക്ഷെ അത് വഖഫ് ചെയ്യുമ്പം ഫഅബ്ദൂൻ എന്ന് ഓതിയാൽ മതി. ഉണ്ട് ഫഅബ്ദൂനി എന്നാണ് അസല്. അങ്ങനെ ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫഅബ്ദൂൻ എന്നാണ് മുസാഫിൽ എഴുതുള്ളൂ. ചില മുസാഫിൽ അങ്ങനെ ഉണ്ടാവും. ഈ ഖിറാഅത്ത് വ്യത്യാസത്തിൽ മുസാഫിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതേ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുക, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് അവിടെ കുറച്ചും കൂടി വിശദീകരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക. അസ്സലാമു അലൈക്കും.